ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണെന്നും അതിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി എൽ ഓഫ് ബീറ്റ എസ് എ മാർജിനൽ ലൈക്ലിഹുഡും നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എൽ ഓഫ് ബീറ്റ എസ് എ പാർഷ്യൽ ലൈക്ലിഹുഡ്. സോ പാർഷ്യൽ ലൈക്ലിഹുഡ് യൂസ് ചെയ്തിട്ട് എൽ ഓഫ് ബീറ്റയെ ഒബ്റ്റെയിൻ ചെയ്യാനും അതിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാനുള്ളൊരു മെത്തേഡ് കൺസെപ്റ്റ് കോക്സ് ഇൻ 1975 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് എൽ ഓഫ് ബീറ്റയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൽ ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഐ ഇസ് ഈക്വൽ ടു 1 to k e raised to beta dash x of i divided by summation l element of ri e raised to beta dash xi. ദെൻ പാർഷ്യൽ ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സപ്പോസ് ദാറ്റ് ദ ഡാറ്റ y ഹാവ് പി ഡി എഫ് എഫ് ഓഫ് y θ1 θ2 where θ1 is of interest and θ2 is a nuisance parameter. Suppose that y can be transformed into parts S1 T1 S2 T2 etc. Sm Tm. The joint PDF of S1 T1 etc. Sm Tm നമ്മൾ പാർട്സ് ആയിട്ട് എഴുതിയിട്ടുള്ളതിനാൽ അതിൻ്റെ ജോയിൻറ്റ് പി ഡി എഫിന് നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ആദ്യത്തെ പ്രൊഡക്റ്റ് ആയി ഫ്രം 1 to m എഫ് എസ് ഐ ഗിവൺ എസ് റേസ് ടു ഐ മൈനസ് വണ്ണും ഇൻറ്റു പ്രൊഡക്റ്റ് ഐ ഈസ് ഈക്വൽ ടു 1 to m എഫ് ഓഫ് ടി ഐ ഗിവൺ എസ് റേസ് ടു ഐ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ രണ്ടിൻ്റെ ടേമിൽ എസ് ഐയുടെ ടേമിലും ടി ഐയുടെ ടേമിലും എഴുതാൻ പറ്റും. വേറെ എസ് റേസ് ടു ഐ എന്ന് പറയുന്നത് S1 S2 എക്സിട്ര എസ് ഐയും ടി റേസ് ടു ഐ എന്ന് പറയുന്നത് T1 T2 എക്സിട്ര ടി ഐയും ആയിരിക്കും. അതിൽ ഇഫ് ദ സെക്കൻഡ് ടേം ഡിപ്പെൻഡ്സ് ജസ്റ്റ് ഓൺ θ1 ആണെങ്കിൽ ദിസ് ഈസ് ടേംഡ് ആസ് ദ പാർഷ്യൽ ലൈക്ലിഹുഡ് ഫോർ θ1. ഇതിനെയാണ് പാർഷ്യൽ ലൈക്ലിഹുഡ് ഫോർ θ1 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നൗ ഈ റൈറ്റ് സെൻസറിങ്ങിൻ്റെ ജനറൽ ഫോർമുലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഡിറൈവ് ചെയ്യുന്നത്. സോ അത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ടൈമിനെ ഷോർട്ട് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ടി പ്ലസ് ഡെൽറ്റ ടീനെ ടോട്ടൽ ടൈമിനെ ആൻഡ് അതിൽ നിന്ന് ഒരു റാൻഡം സാമ്പിൾ ഓഫ് n ഇൻഡിവിജ്വൽസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഹസാർഡ് ഫംഗ്ഷൻ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും എച്ച് ഓഫ് ടി ഗിവൺ എക്സ് ഐ വർ ഐ ഈസ് ഈക്വൽ ടു 1 to എക്സിട്ര എൻ ആൻഡ് ടി ഐ ഡെൽ ഐ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ടൈംസിൻ്റെയും സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ഒരു പെയേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സെൻസറിങ്ങിൽ ചെയ്ത അതേ മെത്തേഡിൽ ഡിഫൈൻ ചെയ്യുക ഡി എൻ ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഐ ഓഫ് ടി ഐ എലമെൻറ്റ് ഓഫ് ടി കോമ ടി പ്ലസ് ഡെൽറ്റ ടി comma del I is equal to 1 and yi of t is equal to I of ti greater than or equal to t and dn dot t is equal to summation over I is equal to 1 to n dni of t. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും റൈറ്റ് സെൻസറിങ്ങിൽ ചെയ്ത പോലെ. ആൻഡ് ഡി എൻ ഓഫ് ടി എന്ന് പറയുന്നത് ഡി എൻ വൺ ഓഫ് ടി എക്സിട്ര ഡി എൻ ഓഫ് ടി എന്ന് എടുക്കുക. ആൻഡ് ക്യാപിറ്റൽ എച്ച് ഓ ടി ഡിനോട്ട് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഫെയിലിയർ ആൻഡ് സെൻസറിങ് ദാറ്റ് ഒക്കേർഡ് ഓവർ 0t ആണെങ്കിൽ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എൽ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഡി ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് ഡി എൻ ഓഫ് ടി ഗിവൺ ക്യാപിറ്റൽ എച്ച് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ദിസ് പ്രൊവൈഡ്സ് പാർഷ്യൽ ലൈക്ലിഹുഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ദ പാരാമീറ്റേഴ്സ് സ്പെസിഫൈയിങ് എച്ച് ടി ഗിവൺ എക്സ്. ഇനി ഇതിൽ എച്ച് ടി ഗിവൺ എക്സ് എന്ന് പറയുന്നത് ഈസ് ഓഫ് ദ ഫോം പി എച്ച് ഫോം ആണെങ്കിൽ, അതായത് പി എച്ച് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ഹസാർഡ്സ് ഫോം ആണെങ്കിൽ നമ്മുടെ എച്ച് ഓഫ് ടി ഗിവൺ എക്സ് എന്ന് പറയുന്നത് എച്ച് നോട്ട് ഓഫ് ടി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ റേസ് ടു ബീറ്റ ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഈ 1 എന്ന് എഴുതിയ ഈ ഒരു ഇക്വേഷൻ എൽ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ടി ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് ഡി എൻ ഓഫ് ടി ഗിവൺ എച്ച് ഓഫ് ടീനെ നമുക്ക് probability of dn of t given dn of t comma h of t into probability of dn of t given h of t എന്ന് എഴുതാൻ പറ്റും. Keeping first of these two probabilities yields another partial likelihood. ഇത് നമുക്കൊരു another partial likelihood ആണ് തരുന്നത്. ആൻഡ് ഇതിൽ രണ്ട് കേസസ് ഉണ്ട്. ഡി എൻ ഓഫ് ടി ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ഫസ്റ്റ് ടേം ഇൻ 2 വിൽ ബി നള്ളായിരിക്കും. ആൻഡ് ഡി എൻ ഓഫ് ടി ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ഡി എൻ ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും ഫോർ സം ഇൻഡിവിജ്വൽ ഐ. സോ ഈ രണ്ട് കേസും വെച്ചിട്ട് നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ അത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡി എൻ ഐ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ഗിവൺ ഡി എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 കോമ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ആ ഇക്വേഷൻ അനുസരിച്ച് കിട്ടും. ആൻഡ് ഡെൽറ്റ ടി അപ്രോച്ചസ് ടു 0ൻ്റെ കേസിൽ നമുക്ക് പാർഷ്യൽ ലൈക്ലിഹുഡിൻ്റെ നമ്മുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ എൽ വിൽ ബി ഈക്വൽ ടു ഇ റേസ് ടു ബീറ്റ ഡാഷ് ഓഫ് എക്സ് ഐ വൈ ഐ ഓഫ് ടി ഹോൾ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ എൽ ഈക്വൽ ടു 1 to n വൈ എൽ ഓഫ് ടി ഇ റേസ് ടു ബീറ്റ ഡാഷ് ഓഫ് എക്സ് എൽ എന്ന് കിട്ടും.
ഇത്രയാണ് നമ്മൾ പാർഷ്യൽ ലൈക്ലിഹുഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് എൽ ഓഫ് ബീറ്റ ആസ് എ പ്രൊഫൈൽ ലൈക്ലിഹുഡ്. അതിൽ നമുക്കറിയാം ഫുൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൽ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ടി ഇസ് ഈക്വൽ ടു 0 to infinity പ്രോബബിലിറ്റി ഓഫ് ഡി എൻ ഓഫ് ടി ഗിവൺ എച്ച് ഓഫ് ടി ആണ്. ആൻഡ് ഇതിൻ്റെ അണ്ടർ ദ പി എച്ച് മോഡൽ നമ്മുടെ ഹസാർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് ടി ഗിവൺ എക്സ് വിൽ ബി ഈക്വൽ ടു എച്ച് നോട്ട് ഓഫ് ടി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ റേസ് ടു ബീറ്റ ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. ആൻഡ് സർവൈവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എസ് ഓഫ് ടി ഗിവൺ എക്സ് വിൽ ബി ഈക്വൽ ടു എസ് നോട്ട് ഓഫ് ടി റേസ് ടു എക്സ്പൊണൻഷ്യൽ റേസ് ടു ബീറ്റ ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. ഇത് നമ്മൾ എല്ലിൽ യൂസ് ചെയ്യുമ്പോൾ ഫുൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വിൽ ബിക്കംസ് L1 ഓഫ് ബീറ്റ h naught will be is equal to product I is equal to 1 to n h naught of ti e raised to beta dash xi whole raised to del I into s naught of ti raised to exponential raised to beta dash of xi എന്ന് എഴുതാൻ പറ്റും. ഇതിൽ ഈ L1 ബീറ്റ എച്ച് നോട്ടിൽ എച്ച് നോട്ട് സ്റ്റാൻഡ് ചെയ്യുന്നത് അൺനോൺ ബേസ് ലൈൻ ക്യുമുലേറ്റീവ് ഹസാർഡ് ഫംഗ്ഷനെയാണ്. ആൻഡ് വി യൂഷ്വലി റൈറ്റ് L1 ബീറ്റ ക്യാപിറ്റൽ എച്ച് നോട്ട് റാദർ ദാൻ L1 ബീറ്റ സ്മോൾ എച്ച് നോട്ട്. കാരണം അതാണ് സിംപ്ലർ ടു വർക്ക്. And we can extend the non-parametric maximum likelihood estimation of cumulative hazard survivor function to deal with the semi-parametric pH model. നോൺ പാരാമെട്രിക്കിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് സെമി പാരാമെട്രിക് പി എച്ച് മോഡലിലെ സർവൈവൽ ഫംഗ്ഷനും ക്യുമുലേറ്റീവ് ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് റെഫറൻസായി എടുത്തിരിക്കുന്നത് ജെറാൾഡ് എഫ് ലോലസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ആൻഡ് മെത്തേഡ്സ് ഫോർ ലൈഫ് ടൈം ഡാറ്റയാണ്. താങ്ക് യു.